ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അഭിശ്രീ വ്ളോഗ്. എല്ലാവർക്കും സുഖമാണോ? ഞങ്ങൾക്ക് സുഖമാണേ. എല്ലാവരും ക്രിസ്മസൊക്കെ ആഘോഷിച്ചു, ന്യൂ ഇയറൊക്കെ ആഘോഷിച്ചു സന്തോഷമായിട്ടിരിക്കുകയാണെന്നറിയാം. അപ്പോൾ നമുക്കിന്നൊരു ഗുലാബ് ജാം ഉണ്ടാക്കിയാലോ? ഇന്നെൻ്റെ വീഡിയോയിൽ ഞാൻ വീട്ടിൽ ഗുലാബ് ജാം ഉണ്ടാക്കിയായിരുന്നു. അതിനെ പറ്റിയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു ഗുലാബ് ജാമിൻ്റെ ഇൻസ്റ്റൻറ്റ് പാക്കാണ്. കുറച്ച് ഏലയ്ക്ക, ഒരു 1/4 കപ്പ് പഞ്ചസാര, പിന്നെ ഒരു ഗ്ലാസ് പാൽ. ഇത്രയുമാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ബൗളെടുത്ത് അതിൽ ആ മാവിന് കവറിനെ പൊട്ടിച്ച് നമുക്ക് മാവിട്ട് അതിനകത്തോട്ട് കുറേശ്ശെ പാലൊഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തി പദത്തിനേക്കാളും കുറച്ചും കൂടെ ഒരു സോഫ്റ്റായിട്ട് നമ്മൾ മാവ് കുഴച്ചെടുക്കണം. ആ കുഴച്ചെടുത്ത മാവ് നമുക്കൊരു 2 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനെ നമുക്ക് അടച്ച് വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പം നമുക്ക് അടുത്ത് സ്റ്റൗ കത്തിച്ച് ഒരു അടി കട്ടിയുള്ള പാൻ എടുത്ത് നമുക്ക് വയ്ക്കാം. നമുക്കിത് വന്നിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ പിന്നെ ഒരു ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. അപ്പം ഞാൻ ഈ ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ഈ ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഈ 1.5 ഗ്ലാസ് വെള്ളം ഈ 1/4 കപ്പ് പഞ്ചസാരയ്ക്കാണ്. അപ്പം വന്നിട്ട് നമ്മൾ ആ വെള്ളത്തിന് നമ്മൾ വറ്റിക്കും. നല്ല വറ്റിച്ചാൽ ഒരു സ്റ്റിക്കി കൺസിസ്റ്റൻസിയിൽ വരുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ 1.5 കപ്പ് വെള്ളത്തിനകത്ത് 1/4 കപ്പ് പഞ്ചസാരയിട്ട് നന്നായിട്ട് നമുക്കതിനെ വറ്റിച്ചെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി വെള്ളം ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിത് ഈ ഗ്ലാസ്സിൽ 1/4 ഗ്ലാസ് പഞ്ചസാര അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്കതിനെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ചൂടായി വരുമല്ലോ, ആ സമയത്ത് കുറച്ച് ഏലയ്ക്ക പൊടിച്ച് അതിൽ കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പം ഏലക്കയും കൂടെ പൊടിച്ചിട്ടതിന് ശേഷമാണ് ഇത് നന്നായിട്ട് തിളച്ച് നല്ലതായിട്ട് പതഞ്ഞ് വരുന്നുണ്ട്. ഏലക്ക ഇട്ടതിന് ശേഷം നന്നായിട്ട് പതഞ്ഞ് വരുന്നുണ്ട്. അപ്പം അങ്ങനെ പതഞ്ഞ് വരണം. നന്നായിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇളക്കിയതിന് ശേഷം നമുക്കതിനകത്തോട്ടൊരു അര മുറി നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കണം. നാരങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ട് എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ലൈറ്റായിട്ടൊരു പുളിപ്പിൻ്റെ ഒരു ടേസ്റ്റ്, നല്ല ടേസ്റ്റാണ്. നാരങ്ങ ഒഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അങ്ങനെ കണ്ടില്ലേ, എല്ലാം വെള്ളവും നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പം ഇതിനെ നമുക്ക് താഴത്തോട്ടെടുത്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കുന്ന ഈ ബൗളിൻ്റെ അകത്തിരിക്കുന്ന മാവിനെ നമ്മൾ ചെറിയ ബോളുകളാക്കി ഉരുട്ടിയെടുക്കണം. നമുക്ക് ചെറുതായിട്ട് ഉരുട്ടിയാൽ മതി. കാര്യം വലിയ ബോളുകളാക്കിയാൽ ഗുലാബ് ജാം വലുതായിട്ടിരിക്കും. നമ്മളിത് എണ്ണയിലിട്ട് പൊരിക്കുമ്പോൾ നല്ലതായിട്ട് വീർക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ബോളുകളാക്കി ഉരുട്ടിയെടുക്കാം. ചെറിയ ബോളാണ്, ഞാൻ കുറച്ച് സൂം ചെയ്ത് കാണിച്ചതുകൊണ്ട് നിങ്ങൾക്ക് വലുതായിട്ട് തോന്നുന്നതാണ്. ചെറിയ ബോളുകളാക്കിയാണ് ഉരുട്ടിയെടുത്തിരിക്കുന്നത്. അതിന് നമ്മൾ എണ്ണയിലിട്ടപ്പോഴേ അതൊന്ന് നല്ലതായിട്ടൊന്ന് വീർത്ത് വന്നു. അപ്പോൾ നമുക്ക് എണ്ണയിലിട്ട് നന്നായിട്ട് വറുത്ത് കോരണം. നന്നായിട്ട് വറുത്ത് കോരിയെടുത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആവണം. എപ്പോഴും വറുക്കുമ്പോൾ പിന്നെ നമ്മൾ സിമ്മിലിട്ട് തന്നെ ചെയ്യണം. ഹൈ ഫ്ലെയിം ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് കരിയും, അകം വേവില്ല. അപ്പം ചെറിയ സിമ്മിലിട്ടിട്ട് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആവണത് വരേക്കും മറിച്ചും തിരിച്ചും അതിനിട്ട് നമുക്ക് ഇതാക്കണ്ട, വറുത്ത് കോരി വെച്ചേക്കുന്നതാണ്ട ഇങ്ങനെ കിട്ടും. അപ്പോൾ നമുക്ക് ഈ വറുത്ത് കോരി വെച്ചേക്കുന്ന ഈ ബോളുകളെ നമുക്ക് പഞ്ചസാര പാനിയിലോട്ട് ഇടണം. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ ഇട്ടിട്ട് മൂടി വയ്ക്കണം. അപ്പോൾ നമ്മളിത് ഇടുമ്പോൾ തന്നെ ചെറിയ ചൂട് വേണം പഞ്ചസാര പാനി. അതുപോലെ നമ്മൾ വറുത്ത ഉടൻ തന്നെ എടുത്തിട്ടാൽ പെട്ടെന്ന് സോഫ്റ്റ് ആവും കേട്ടോ. അപ്പോൾ ആ ചെറിയ ചൂടോട് കൂടി ഇടുമ്പോൾ അതിനകത്തോട്ട് നമുക്ക് പഞ്ചസാര ലായനിയകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് നല്ല ഹെൽപ്പായിരിക്കും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ചെറു ചൂടോടെ തന്നെ നമ്മളിതിനകത്തോട്ട് ഇടണം. ഇട്ട് ചൂടൊന്ന് ആറുന്നത് വരയ്ക്കും ഒന്ന് തുറന്ന് വെച്ചിട്ട് അടച്ച് വയ്ക്കണം. നമ്മൾ പിറ്റേ ദിവസം മാത്രമേ അത് ഓപ്പൺ ആക്കുകയുള്ളേ. അപ്പോൾ അത് അത്രയും നേരം അത് കിടന്ന് നന്നായിട്ട് പഞ്ചസാരയൊക്കെ പിടിച്ചെടുത്ത് വരുന്ന കണ്ടില്ലേ, ഇത് അടുത്ത ദിവസത്തതാണ്. കൊള്ളാമോ? നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റും രുചിയിലുമാണ് നമുക്ക് ഗുലാബ് ജാം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. നല്ല എളുപ്പമാണ്. നമുക്കിതിൻ്റെ ഇൻസ്റ്റൻറ്റ് പാക്കൊക്കെ നമുക്ക് വെളിയിൽ വാങ്ങിക്കാൻ കിട്ടും. കടയിൽ വാങ്ങിച്ച് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. മക്കൾക്ക് കടയിൽ നിന്ന് വാങ്ങിച്ച് കൊടുക്കണ്ട, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ള നല്ല ഒരു ഗുലാബ് ജാമിൻ്റെ റെസിപ്പിയാണ് ഇത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തതുപോലെ എന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യണം.
അപ്പോൾ കൂട്ടുകാരെ, താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.